ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഒരു അടാർ ഐറ്റാണ് ഷെയർ ചെയ്യണത്. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമോ ഫങ്ഷനോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പൊറോട്ടയൊക്കെ ബാക്കിയാവാറുണ്ട് അല്ലേ? അപ്പോൾ അത് പിന്നീട് ചൂടാക്കി കഴിക്കുമ്പോൾ ഫ്രഷായ പൊറോട്ട അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ആ പഴയത് കൊണ്ട് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി കഴിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഴയതിന് വേണ്ടി കാത്തിക്കില്ല. പുതിയ പൊറോട്ട വെച്ച് തന്നെ ഇങ്ങനെ ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്, ദം പൊറോട്ട. ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ആ മിക്സഡ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരുപക്ഷെ പറഞ്ഞാൽ അത് മനസ്സിലാവണമെന്നില്ല, ഉണ്ടാക്കി കഴിക്കാൻ തന്നെ വേണം കേട്ടോ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഞാൻ പറയണതിൻ്റെ സത്യാവസ്ഥ. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ വെറുതെ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കുതി ഇളക്കുന്നില്ല. കണ്ടില്ലേ, ഇതുപോലൊരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറും മനസ്സും ഒരുപോലെ നിറയും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ബീഫ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കുക്കറിൽ ഞാനിവിടെ 750 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, പക്ഷെ വേവിക്കുമ്പോൾ ഞാൻ ഒന്നിച്ച് വേവിച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നെ ഇതിനാവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് രാവിലെ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ വേവിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ബീഫിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ ഞാനിതിൽ 3 പച്ചമുളകും 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പൈസിയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റിൽ നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്കും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറയ്ക്കുക കേട്ടോ. പച്ചമുളകൊക്കെ ഇതിൽ വേണം, മസ്റ്റാണ്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഈ ബീഫിലേക്ക് ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാലയാണ്. അത് നമ്മളിനി ലാസ്റ്റിലാണ് ചേർക്കുന്നത്. പിന്നെ ഈ കറിവേപ്പിലയും സവാളയും തക്കാളിയൊക്കെ നമുക്ക് ഇതിലേക്കൊരു മുട്ടക്കറി ഉണ്ടാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ ഞാൻ കാണിക്കണില്ല കേട്ടോ, എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഞാനത് ഉണ്ടാക്കട്ടെ. ഈ മുട്ടക്കറിക്ക് പകരം ചിക്കൻ കറി ആവാം കേട്ടോ. 3 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ ദം പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഈ ബീഫിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബീഫ് റെഡിയായി. അങ്ങനെ ദം പൊറോട്ടയ്ക്ക് വേണ്ടതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 6 പൊറോട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ബീഫും റെഡിയാണ്. പിന്നെ ഇത് ബിരിയാണിക്കൊക്കെ നമ്മൾ സവാള ഫ്രൈ ആക്കില്ലേ, അതുപോലെ സ്ലൈസ് ചെയ്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, ഇതൊക്കെ നെയ്യിലാണ് കേട്ടോ ഫ്രൈ ആക്കിയിട്ടുള്ളത്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മുട്ടക്കറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന് പകരം ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയോ എന്ത് കറി വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് ഈ മുട്ടക്കറി വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു മൺചട്ടിയിലാണ് ഇത് സെറ്റാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം മൺചട്ടി ആയതുകൊണ്ട് അത് കുറച്ചൊന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് മുട്ടക്കറി ഒഴിച്ചു കൊടുക്കാം. പുറത്ത് നല്ല മഴയാണ്, ഷീറ്റിന് പുറത്ത് വീണ സൗണ്ടാണ് ആ കേൾക്കണത്. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 2 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, കാരണം നല്ല നൈസായ പൊറോട്ടയാണ് കേട്ടോ. പിന്നെ വീണ്ടും മുട്ടക്കറി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം.
ഇങ്ങനെ ഏതെങ്കിലും ഒരു കറി ഒഴിച്ചു കൊടുക്കണത് മസ്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയി പോവുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ബിരിയാണിയിലൊക്കെ നമ്മൾ ചെയ്യണ പോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ആക്കിയ സവാള മല്ലിയില പുതിനയില എല്ലാം ഒന്ന് വിതറിയിട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും 2 പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ പുറത്ത് കറി ഒഴിച്ചു കൊടുക്കുക. ഇപ്രാവശ്യം നമ്മൾ മുട്ടയ്ക്ക് പകരം ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. പിന്നെ ഇങ്ങനെ ലെയറാക്കുന്ന സമയത്ത് കോഴിമുട്ട പുഴുങ്ങിയതും ബീഫ് ചേർക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അടുത്ത ലെയറായിട്ട് ഞാൻ 2 പൊറോട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മുട്ടക്കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ പുറത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായിട്ടോ. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ചവേഴ്സ് അതൊക്കെ ഇങ്ങനെ അടുത്തും കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പോഴേക്കും ആഡ്സെൻസ് പ്രോബ്ലമൊക്കെ ആയിട്ട് പിന്നെ ഇത് എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എന്നുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആ സിറ്റുവേഷനെ കുറിച്ചും മൂഡ് സ്വിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, താല്പര്യമുള്ളവർ കണ്ടോളൂ. അങ്ങനെ ലാസ്റ്റ് ലെയറായിട്ട് വെച്ച പൊറോട്ടയ്ക്ക് മീതെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള സവാള അതൊക്കെ. അതിനുശേഷം ഒരു വാഴയില വെച്ച് കവർ ചെയ്യുക. ഈ വാഴയിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അവസാനമായിട്ട് എയർ പുറത്ത് പോകാത്ത രീതിയിൽ ഫോയിൽ വെച്ചും ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ, കണ്ട ആവിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് നോക്കാം. ഈ വാഴയില നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ ഇറങ്ങി നല്ലൊരു ഫ്ലേവറായിരിക്കും. അങ്ങനെ നല്ല കിടുക്കാച്ചി ദം പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്ത് കഴിക്കാം. ഈ ദം പൊറോട്ടയുടെ ചെറിയൊരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നന്നായിട്ട് നിറയും കേട്ടോ. കാരണം അതിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ കാരണം. അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ബീഫ് മുട്ട ഇതൊക്കെ തന്നെ. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം അറിയണത് യൂട്യൂബ് വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ ദം പൊറോട്ട എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾക്ക് വലിയൊരു താങ്ക്സ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ എൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.